السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا مولانا محمد وعلى آله وصحبه وأزواجه وذرياته وأولاده وأهل بيته وأصحابه وأنصاره وأشيائه ومحبه وأمته وعلينا معهم أجمعين يا أرحم الراحمين. أما بعد، بسم الله الرحمن الرحيم. واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا. صدق الله المولانا العظيم. هما جنتك ونارك شفيعنا رسول الله صلى الله عليه وسلم. മാതാപിതാക്കൾക്കെപ്പോഴും ഗുണം ചെയ്യണേ, ഖുർആന്റെ കൽപ്പനയാണതെന്ന് ഓർക്കണേ. തൗറാത്ത് ഇഞ്ചീൽ രണ്ടിലും കൂടാതെ മറ്റും കിതാബിലുള്ളതാണൊയ്യാതെ. അതുമാത്രമല്ല, പ്രവാചകന്മാർക്കൊക്കെയും പ്രത്യേകമായി ഇതിലുണ്ട് കൽപ്പന. പിന്നെയും വെറുപ്പിച്ച ശിക്ഷയും തൽക്ഷണം കിട്ടുന്നത് മൗത്തിൻ്റെ മുമ്പ് അവൻ അനുഭവിച്ചേ തീരുന്നതാ. വാലം സയ്യിദുനാ മൗലാനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, ഞങ്ങൾ എത്ര വലിയ ആബിദാവട്ടെ, ആലിമാവട്ടെ, ആലിമുൽ അല്ലാമാവട്ടെ, ഞങ്ങൾ എത്ര പേരും പെരുമ എത്ര ഇന്നായിട്ടെങ്കിലും ഞങ്ങളെ ഉമ്മം ബാപ്പടം സന്തോല, ഞങ്ങളെ ഉമ്മം ബാപ്പട തൃപ്തി എങ്കാലും കിട്ടിക്കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ രണ്ട് ലോകത്തിലും രാജാക്കന്മാർ. ഉമ്മം ബാപ്പട സന്തോല കിട്ടി, ഉമ്മം ബാപ്പട ദുആ ഉണ്ട്, ഉമ്മം ബാപ്പടോ ഞങ്ങൾക്ക് തൃപ്തി ഉണ്ടായിട്ടെങ്കിൽ ഞങ്ങൾ രാജാക്കന്മാർ. സ്വർഗം ഞങ്ങൾ ഫറൽ. അങ്ങനെങ്കാലും കണക്കിലെടുക്കില്ല. അങ്ങനെങ്കാലും പെഞ്ഞിമാരെ വലിയ ബഹുമാനിച്ചിട്ട് കണക്കിലെടുക്കില്ലാണ്ടായിട്ടെങ്കിൽ ഞങ്ങൾ എല്ലാ പ്രവൃത്തിയിലും ഞങ്ങളെ മക്ക കണക്കിലെടുക്കില്ല. ഞങ്ങളെ മക്ക കണക്കിലെടുക്കില്ല. ഇനി ഞങ്ങൾ ഗൊന്തിന്നിട്ടാ ഗൊന്തില്ലാണ്ടമ്മ അങ്ങനെ എന്താക്കി ഞങ്ങൾ വെറുപ്പിച്ച ശിക്ഷയും തൽക്ഷണം കിട്ടുന്നതാ. മൗത്തിൻ്റെ മുമ്പ് അവൻ അനുഭവിച്ചേ തീരുന്നതാ. എല്ലാത്തുക്കും ശിക്ഷ ആഖിറത്ത്. എന്ത് തപ്പാക്കിiteങ്കിൽ ഉമ്മം ബാപ്പടെ ബേജാറാക്കിയത് ശിക്ഷ ഉടമേ കിട്ടു, അവിടെ വേറെയും കിട്ടു. അതുകൊണ്ട് അങ്ങനെ ബേജാറാവത്തില്ല. കൈയുടെ പരമാവധി വളരെ ജാഗ്രത ആക്കണം. കാരണം അള്ളാഹു ഇവിടെ ചെന്ന് എവിടെല്ലാം ചെന്നറ അവിടെല്ലാം അപ്പമേ അള്ളാഹു എന്താക്കിയ ഉമ്മം ബാപ്പടെ വിഷയ ചെന്നറ അനുഷ്കുറലീ വലി വാലിദൈക് എന്നല്ല ചെന്നല്ലേ. അതുകൊണ്ട് ഭാരി ജാഗ്രത ആക്കുമല്ലോ. ഒന്നായിട്ട് ഉമ്മം ബാപ്പോ നിമിച്ചന്തല്ലേ. ഹുമാ ജന്നതുക വനാറുക. നിങ്ങളെ സ്വർഗം അങ്ങമേ, നിങ്ങളെ നരകം അങ്ങമേ. നിങ്ങളെ സ്വർഗം അങ്ങമേ, നിങ്ങളെ നരകം അങ്ങമേ. അതുകൊണ്ട് എന്താക്കണം, പെഞ്ഞിമാരെ പല കേട്ടിട്ട് ഉമ്മം ബാപ്പടെ നമ്പലാക്കണം. എത്രയോ ആൾക്കാർ അതൊന്നും ആവാത്തവല്ല. കൈയുടെ പരമാവധി പെഞ്ഞിയുടെ അർത്ഥ സമ്പാദനക്ക് എമ്പതില്ല. ഉമ്മം ബാപ്പടെ പിറസമ്പാദനാക്കും. അങ്ങനെ ഖിദ്മത്തെടുക്കും. അങ്ങനെ സേവയാക്കടോ. വലിയ ഭാഗ്യ. അതിനത്ര വലിയ ഖിദ്മത്ത് വേറില്ല. എത്ര ചെന്നെങ്കിൽ അള്ളാഹ് റസൂലിൻ്റെ പോലും നോക്കോ പോയില്ല. അങ്ങനത്തെ മഹാന്മാർ ഈ ഭൂമിയിൽ നിന്നാറില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഉമ്മം ബാപ്പയുടെ ഖിദ്മത്തുകായിട്ട് അല്ലെങ്കിൽ ഉമ്മയുടെ ഖിദ്മത്തുകായിട്ട് പോകാട്ടെ എന്ന മഹാന്മാർ ആകെ നസ്ർ ബിൻ മുഹമ്മദ് സമർഖന്ദി റളിയല്ലാഹു അൻഹു ചൊല്ലി ഉമ്മം ബാപ്പോ വാക്കടോ 10 കാര്യത്തെ മഹാന്മാർ ചൊല്ലാറ്. അതിലൊന്നും അങ്ങനെ പൈക്കാത്ത പോലെ ജാഗ്രത ആക്കണം. പൈക്കും താകാത്ത പോലെ കൈയുടെ പരമാവധി ജാഗ്രത ആക്കണം. അത് അങ്ങ് വേണമാതിരി കിട്ടുക എന്ന് നോക്കടോ. കൊടുക്കടോ പൊക്കെ വേറെ കണ്ടേ അത് കിട്ടുക എന്ന് നോക്കടോ. 6 മക്ക. രണ്ടാമത്തത് അങ്ങ് എപ്പെങ്കിലും അങ്ങനോ ഔറത്തും വെച്ചോക്ക് ചെന്നെങ്കിൽ അങ്ങ് ഡ്രസ്സ് വേണം അവിടെ. അത് ഇക്കാണ്ടേ കൈയുടെ പരമാവധി ഉമ്മം ബാപ്പ കൊടുക്കണം. കൈയുടെ പരമാവധി കൊടുത്തിട്ട് അങ്ങനെ സന്തോലാക്കണം. മൂന്നാമത്തെ എന്തോ അങ്ങനെ ഖിദ്മത്ത്, അങ്ങനെ സേവയാക്കണം.
ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ ഒരു നാളത്തെ ഹിദ്മത്തുക്ക് എത്ര ഒരു വർഷം ഇടീ ഭാഗത്തെടുത്ത് കൂലി, ഒരു വർഷം ഫുള്ള് ഒരു നാളത്തെ ഹിദ്മത്തുക്ക്. അത് ആണ് മോണും ആവും പെണ്ണും മോണും ആവും. അങ്ങനെ ഹിദ്മത്തെടുത്തിട്ട് അങ്ങനെ സ്വന്തോലാക്കുള്ള എല്ലാ കൈ ഉണ്ടാക്കണം. അത് വലിയ ഭാഗ്യം. ആ ഭാഗ്യം ഉണ്ടെങ്കിൽ ഭൂമിയുടെ എല്ലാ മക്സദും അള്ളാഹു ഹാസിലാക്കണം. ഭൂമിയിൽ എന്തെല്ലാം നിങ്ങൾ വേണില്ലേ, എല്ലാവർക്കാട്ടി എന്തെങ്കിലും ഉദ്ദേശിച്ചൊക്കെ അത് വേണം എന്നൊക്കെ ഇത് വേണം എന്നൊക്കെ അത് എന്ത് ഉദ്ദേശിക്കടാണിത് എല്ലാ വിഷയം. നമ്മൾ വാഹനം വേണം, നമ്മൾ അക വേണം, നമുക്ക് നല്ലൊരു എന്തെല്ലാം ഉദ്ദേശിക്കടാണ്. അതെല്ലാം ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ മുമ്പ് അവിടെ സന്തോലാക്കുറു. നിങ്ങൾ ഭൂമിയുടെ മേലെ എപ്പോഴൊക്കെ റാഹത്ത്, സന്തോല, ടെൻഷനില്ല, എപ്പോഴൊക്കെ നെമ്മതി, സന്തോലമേ സന്തോല. അതുകൊണ്ട് അങ്ങനെ ഹിദ്മത്തുക്ക് വലിയ ബഹുമാനം. പിന്നെ അങ്ങ് വിളിച്ചവർക്ക് ഹാജരാവണം. എത്ര സുന്നത്ത് നിസ്കാരത്തിലുണ്ടെങ്കിൽ പോലും അപ്പം കൈവിട്ട് പറയണം. ആറ് അങ്ങ് രണ്ടാളും. പിന്നെ അങ്ങെന്തരാട്ട് കൽപ്പന ആക്കിയാൽ എന്തിനായിട്ട് ഓർഡർ ആക്കിയാലും ചെയ്തേ അതെന്താക്കണം, അപ്പമേ നിറവേറ്റണം. ഇസ്ലാം ഹറാമാക്കിയത് ചെന്നാണ്ട് ആക്കൊണ്ടില്ല. ഇസ്ലാം ഹലാലത് ജായിസായത് എന്ത്ര ചെന്നാരെങ്കിലും അങ്ങ് അപ്പങ്ങളോ അങ്ങ് ചെന്ന കൽപ്പന ആക്കിയത് ചെന്നങ്ങ് ഓർഡർ ആക്കിയത് അങ്ങനെ ആജ്ഞ ആക്കിയത് അപ്പമേ എന്താക്കണം, തീർക്കണം, അപ്പമേ റെഡിയാക്കണം. ആറാമത്തത് അങ്ങോട്ട് പലക്ക പറയുമ്പോൾ കൈയുടെ പരമാവധി ശബ്ദം എത്ര തീർത്ത് അത്ര കൊറടിയാക്കണം. കുറോടി ശബ്ദമാക്കിയിട്ട് അങ്ങോട്ട് പലക്ക വരണം. പലക്ക വരുന്നതെല്ലാം അങ്ങ് പലക്ക കേൾക്കുമ്പോഴത്തേക്ക് അങ്ങ് സന്തോഷമാണ്. അങ്ങോട്ടുള്ള പെരുസത്തെല്ലാം അലാമത്ത് പലക്കം കൊണ്ടങ്ങ് കൊന്താവണം. ആ പലക്കത്തിൽ അങ്ങനെ ആവണം. അങ്ങനെ പേര് ചെന്നിട്ട് എപ്പം എന്തെങ്കിലും വിളിക്കുകയും ചെയ്യാം. അങ്ങനെ പേര് ചെന്നിട്ട് ആറ് കേട്ടാൽ ചിലതൊക്കെ എന്തും തരില്ല. ഇല്ലെങ്കിൽ അങ്ങനെ പേര് ചെന്നിട്ട് വിളിക്കോത്തത് ഏഴാമത്തത്. എട്ടാമത്തത് നിങ്ങൾ അങ്ങനെ ഒട്ടും നടന്നു പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ എതിരിൽ നടക്കാണ്ട് അങ്ങനെ പിറവിലേ നടക്കൂ. കൈയുടെ പരമാവധി ശ്രമിക്കണം. അങ്ങനെ എതിരിൽ പോകണ്ട, അങ്ങനെ പിറവിലേ പോകൂ. ഒന്ന് റെഡിയാവണം. പിന്നെ വലിയ എന്തോ നിങ്ങൾക്ക് എന്തെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടാറ് അത് അങ്ങോ ഇഷ്ടപ്പെടണം. നിങ്ങൾ ആർക്കും മുമ്പ് അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടാറ് അതെല്ലാം അങ്ങോ നിങ്ങൾ ഇഷ്ടപ്പെടണം. നിങ്ങൾക്ക് എന്തെല്ലാം നിങ്ങൾ അനിഷ്ടപ്പെടാറ് അതും അങ്ങോ അനിഷ്ടപ്പെടണം. നിങ്ങൾ ആ നിലക്ക് മുമ്പ് അവിടെ കൈയുടെ പരമാവധി അങ്ങനെ ഭയങ്കര സന്തോഷാക്കുന്ന പാർട്ടി ഞങ്ങൾ കാണും. ഞങ്ങളെ ഉമ്മക്കെങ്കാലും എന്തെങ്കിലും പ്രത്യക്ഷ പരോക്ഷമായിട്ട് എന്തെങ്കിലും പറഞ്ഞരാമ, നൊമ്പലാക്കിരാമ, അല്ല ചിരിച്ചിരാമ, തമാശാക്കിരാമ ടൈറ്റെങ്കിൽ ഞങ്ങളെ മക്കളെ കയ്യിൽ അത് കിട്ടാണ്ട് ഞങ്ങൾ മറിക്കിടമേ ഇല്ല. ഞങ്ങളെ മക്കളെ കയ്യിൽ അത് കിട്ടോ ഞങ്ങൾ ഉറപ്പ് 100%. ഞങ്ങളെ മക്ക ഞങ്ങളെ നിന്നിച്ചിട്ട് ഞങ്ങൾ നിന്നിച്ചിടാണ്ട് ഞങ്ങളെ നിന്നിക്കിടാറ്. ഞങ്ങൾ ജോറിൽ പുറക്കാൻ ഞങ്ങളെ മക്ക ഞങ്ങളുടെ ജോറിൽ പുറക്കാൻ വരാറ്. ഞങ്ങൾ അങ്ങനെ കണക്കിലെടുത്തിട്ടില്ല. ഭയങ്കര നിസ്സാറാക്കിയിട്ട് ഞങ്ങളെ മക്ക ഞങ്ങൾ നിസ്സാറാക്കണം. അതിൽ ഡബിൾ നിസ്സാറാക്കിയിട്ട് ഞങ്ങൾ ചെന്ന് ഒന്നും കേൾക്കില്ല. ഏത് ആലിമേ ചെന്നിട്ട് ആലിമലല്ലാമ 10 ഡിഗ്രി ഇന്ന മൈലാറും ബാപ്പമ്മയുടെ കണക്കിലെടുക്കില്ല. എന്തുകൊണ്ടു ഈ ഇയല ഉമ്മ ബാപ്പയുടെ കണക്കിലെടുത്തിട്ടില്ല. അത് കൊന്താടും ഇപ്പം ഞങ്ങളെ മക്കളുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് കൊന്താടും ഞങ്ങളെ ഉമ്മ ബാപ്പയുടെ എന്താക്കിരാണ്ട്. അതുകൊണ്ട് കൈയുടെ പരമാവധി ഉമ്മ ബാപ്പയുടെ ജാഗ്രത ആക്കിയിട്ട് ഒരു സമയം നിങ്ങൾ ಬಂದರೆ ಮಾಫಿಯೇ ಕೊಡು ಕಬರ್ಲು ಆಯಿಡಂಡು 4 ದುವಾರದಿಟ್ಟು ಕಬರ್ಗೂ 4 ಜಿಯಾರ್ ತಗೋಬೋದು 4 ಜಿಯಾರ್ ತಗೋಬೋದು. അങ്ങനെ സിയാർത്ത് ഔലിയാക്കന്മാരെ സിയാർത്തിനെ കാട്ടി യാറ നല്ലോ ആർക്ക് മക്കോgu പാപ്പമ്മയുടെ സിയാർത്ത് വേറെ ഔലിയാക്കന്മാരെ കാട്ടി യാറ് നല്ല സിയാർത്ത്. അങ്ങനെ 10ാമത്തത് 4 അങ്ങ് വേണ്ടി ദ്വാർക്കിടും. ഇത് മറക്കാണ്ട ദ്വാർക്കും എല്ലാവരും 5 വഖത്ത് നിസ്കാരത്തിൽ മറക്കാണ്ട് അങ്ങ് ദ്വാർക്കിടാറ്. റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറാ. അല്ലാഹുവേ ഞങ്ങളങ്ങ് ചെറുപ്പത്തിൽ എത്ര കിരഫ് കാട്ടിയാറ്, അതിനെ കാട്ടി എത്ര ആറ് കിരഫ് നീ കാട്ടുക അല്ലാ എന്നുള്ള ദുആ അങ്ങ് മറക്കാണ്ട് 4 ദ്വാർന്നിട്ടെങ്കിൽ എന്താവിടൂ ഞങ്ങളെല്ലാം ഭൂമിയുടെ മേലും റാഹത്തെ ഭൂമിയുടെ അടിയും റാഹത്തെ. ഇതിലെങ്കാലും ചെന്നു ഈ കർത്തവ്യത്തിൽ കോത്ത വന്നിട്ടെങ്കിൽ ഞങ്ങളെ മക്കളെ കൊണ്ട് ഞങ്ങൾ അനുഭവിക്കടോ 100% ഉറപ്പ്, അതിലൊരു സംശയമില്ല. അതുകൊണ്ട് ഉമ്മ ബാബയുടെ കൈയുടെ പരമാവധി ഭരിച്ചവനൊക്കെ നല്ല സന്തോഷമാക്കും. നമ്മൾ നീ ഭാഗ്യം ഉണ്ടാക്കുക അല്ലാ.
ഞങ്ങളെ മുമ്പാപ്പെല്ലാ ഭൂമിയിലായ അല്ലാ നീ പരമസന്തോഷാക്കല്ല, പരമറാഹത്താക്കല്ല, പരമവിശാലാക്കല്ല. സ്വർഗത്ത് പഠിച്ചവൻ എല്ലാ നേമത്ത് നാല് നീ കൊടുത്തിട്ട് സ്വർഗത്ത് നേമത്തിലെ വോൾട്ടേജ് അതിലെ സന്തോഷത്തെ വോൾട്ടേജ് എല്ലാം യാറാക്കി വേണ്ടിയേക്കുക അല്ല. ഖിയാമത്ത് ഹിസാബില്ലാണ് സ്വർഗത്ത് കൊടുക്കുക. ഞങ്ങളെ ഉമ്മുമ്പാപ്പ അവതാഗ്രഹമാണ്. ഉമ്മുമ്പാപ്പ ഞങ്ങളെല്ലാം ഹയാത്തുള്ളാറുണ്ട്. ഞങ്ങൾ ആഫ്യത്തോടെ എത്രമാക്കാലം ദീർഘകാലം ചെയ്യിക്കട്ടുക അല്ല. ഞങ്ങളെ പഠിച്ചതിന് സന്തോഷാക്കും. എല്ലാ രീതിയിലും ഞങ്ങൾ നിങ്ങൾ എല്ലാവർക്കും നീ ഭാഗ്യം നൽകുക. ഞങ്ങളെ സർവ്വദോഷം നീ മാഫാക്കുക. ഞങ്ങളെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ സർവ്വദോഷം നീ മാഫാക്കുക അല്ല. മാഫാക്കുക അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.